ഞാൻ കൂത്തുപറമ്പ് സ്വദേശിയാണ്. പേര് അഫ്സൽ. ഞാൻ ഏകദേശം ഒരു 5 വർഷത്തോളമായി എൻ്റെ ഉമ്മാൻ്റെ കാലിൻ്റെ ഒരു പൊട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങുന്നുണ്ട്. ഏകദേശം കോഴിക്കോട്, പാലക്കാട്, പിന്നെ വടകര, മംഗലാപുരം ഇങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകളിലും പോയി പലവട്ടം പല ഡോക്ടർമാരെയും കണ്ടു. കാലിൻ്റെ പൊട്ട് ഉണങ്ങാത്ത അവസ്ഥയും ഈ ഒരു 2-3 മാസത്തിന് മുന്നേ ഇവിടെ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പോഡിയാട്രിക് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ഈയിടെയാണ് ഞാൻ അറിയാനുണ്ടായത്. ഡോക്ടർ മനു കുമാർ എന്ന ഡോക്ടറിനെ കുറിച്ച് ഇതിനിടയ്ക്ക് വേറെ ആൾ പറഞ്ഞിട്ട് അറിയുണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയത് MVR ഹോസ്പിറ്റലിൽ. ഉമ്മാക്ക് ഇവിടെ വരുന്നതിന് മുമ്പേ നടക്കാൻ തീരെ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. വീൽ ചെയറിൽ മാത്രം പോവുക വരിക, എല്ലാവരുടെയും വീട്ടിലാണെങ്കിലും വീൽ ചെയർ മാത്രം യൂസ് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പോകാനുള്ള ഒരവസ്ഥ ഉണ്ടായി. അത് തീരെ വയ്യാതായി ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റൽ വരെ എത്തിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്നൊക്കെ ഡോക്ടർമാർ കഴിയൊഴിയും ഇത് നേരെയായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള പൊട്ടായതുകൊണ്ടാണ് അവർ എന്ന് പറയുന്ന പേഷ്യൻ്റ് ഡയബറ്റിക് ഫുട്ട് അൾസർ എന്ന രോഗാവസ്ഥയായിട്ടാണ് MVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നത്. അവർ ഈ അസുഖത്തിന് വേണ്ടി തന്നെ വിവിധങ്ങളായ ആശുപത്രിയിൽ പലവിധ ചികിത്സകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയോ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയോ ചെയ്തിട്ടില്ല. മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മൾ അടുത്തതായിട്ട് അവരുടെ കാലിൻ്റെ മുറിവിൽ നിന്നും പസ് കൾച്ചർ എടുക്കുകയും അതുപ്രകാരം കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കണ്ടെത്തി അവിടെ ഫിസിഷ്യൻ്റെ നേതൃത്വത്തിൽ ആൻറ്റി ഇൻഫെക്റ്റീവ് തെറാപ്പി ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് കാലിലേക്കുള്ള രക്തഓട്ടം പരിശോധിക്കാനായിട്ട് ബയോതെസിയോമെട്രി എന്ന നൂതനമായിട്ടുള്ള ഒരു ചികിത്സാ പരിശോധനയിലൂടെ അവരുടെ രക്തഓട്ടം നിർണ്ണയിക്കുകയും രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോവർ എക്സ്ട്രീമിറ്റീസ് കാലിന് മുട്ടിനതായിട്ട് രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആനോഡിൻ തെറാപ്പി 7 ദിവസം കൊടുക്കുകയും ചെയ്തു. തുടർന്ന് അവരെ കാലിൻ്റെ ഒരു സ്ട്രക്ചർ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ MCRൻ്റെ പ്രത്യേകമായിട്ടുള്ള ചെരുപ്പുകൾ അതിനായിട്ട് നിർദ്ദേശിക്കുകയും ആ ചെരുപ്പിട്ട് നടക്കുന്നതോടുകൂടെ അവരുടെ പ്രശ്നങ്ങൾ 99% പരിഹരിക്കുകയും ആള് പൂർണ്ണമായിട്ട് തന്നെ കൃത്യമായ ചികിത്സയും അതിന് ഭാഗമായിട്ട് നമുക്ക് ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം വീൽ ചെയർ ഉപേക്ഷിച്ച് നടക്കാനുള്ള ഒരവസ്ഥ ഇവിടുന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയ പല ഹോസ്പിറ്റലുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മതിയായ ചികിത്സ അവിടുന്ന് ലഭിച്ചിട്ടുണ്ടായില്ല എനിക്ക്. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഇവിടെ MVR ഹോസ്പിറ്റലിലെ സ്റ്റാഫിൻ്റെയൊക്കെ നല്ല സർവീസും പ്രത്യേകിച്ച് ഡോക്ടർ നല്ല ബിഹേവിയറും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനേക്കാളും ഉപരി ഉമ്മാൻ്റെ കാലിൻ്റെ അസുഖം ഒരു 95% മാറിക്കിട്ടി. നടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇപ്പോൾ നടക്കാനുള്ള കഴിവുണ്ട്. ആരെയും സഹായവും വേണ്ട, വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ എല്ലാവരുടെയും പോകാൻ കഴിയും. ഒന്നിനും ഒരു ഫംഗ്ഷന് പോകാനുള്ള കൂട്ടിയിട്ട് പോകാനും ഉമ്മാക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് എന്നെ അപേക്ഷിച്ച് പിന്നെ ഒരു വലിയൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്.